സാമൂഹ്യ തിന്മയുടെ വിദഗ്ധൻ എന്നുള്ള നിലയിലല്ല ഞാനിവിടെ ഇപ്പോൾ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാ രംഗങ്ങളിലും എന്നേക്കാൾ വിദഗ്ധനാണ് സെബാസ്റ്റ്യൻ പിതാവ്. എന്നാൽ സാമൂഹ്യ തിന്മകളിൽ 90 വർഷം ജീവിച്ച് പരിചയിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സാമൂഹ്യ തിന്മ നീങ്ങണമെങ്കിൽ സമൂഹം വിചാരിക്കണോ, മനുഷ്യൻ വ്യക്തി വിചാരിക്കണോ? തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, ഇന്ന് രാവിലെ സഭകൾ എല്ലാം കൂടെ യോജിച്ച് പ്രവർത്തിക്കണം. ഇതൊക്കെ സ്ലോഗൻസാണ്, സാധ്യമാണ്. എന്താ പ്രവർത്തിക്കേണ്ടത്? ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ദ വേൾഡ് ഈസ് ടു സ്ട്രോങ് ഫോർ എ ഡിവൈഡഡ് ചർച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ലോകം വളരെ ശക്തമാണ്, സഭ യോജിച്ചേ പറ്റുള്ളൂ. എന്തിനാ? ലോകത്തെ കീഴടക്കാൻ. ലോകത്തെ കീഴടക്കാനാണോ സഭ യോജിക്കേണ്ടത്? സഭയുടെ സ്വഭാവം നിലനിർത്താനാണോ യോജിക്കേണ്ടത്? കള്ളു കുടിച്ചവനെ ചീത്ത പറയാതെ അവനെ കള്ളു കുടിപ്പിക്കുന്ന സഭയെ ചീത്ത പറയാൻ പഠിക്കണം. എന്തുകൊണ്ട് കള്ളു കുടിക്കുന്നു? ആ ദോഷം പരിഹരിക്കാൻ ശ്രമിക്കണം. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ നടത്തി സഭ ഒരു റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. യുദ്ധം ചെയ്ത ആളുകൾ താഴെ വീഴുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ്, യുദ്ധം നിർത്തുന്ന ജോലി. ഗീതയിൽ അർജുനനും ശ്രീകൃഷ്ണനും കൂടെ അർത്ഥവത്തായ ഒരു സംഭാഷണം നടക്കുന്നു. അർജുനൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. അത് ശരിയല്ല. അവരെ എൻ്റെ സഹോദരന്മാരെ അവരെ വളർത്തുന്ന ജോലിയാണ് എനിക്കുള്ളത്, നശിപ്പിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്. എന്നാൽ നീ നിന്റെ സഹോദരന്മാരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയല്ല. അവർ ദോഷത്തിൻ്റെ അടിമകളായി തീരുമ്പോൾ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ നശിപ്പിക്കുന്നതായ ദോഷത്തിൽ നിന്ന് ഈ ലോകത്തെ ഒന്നാകെ രക്ഷപ്പെടുത്തുന്നതിനാണ് ഈ വലിയ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ദോഷങ്ങളോട് എതിർക്കണം. എൻ്റെ തന്ന കടലാസിൽ സോഷ്യൽ ഈവിൾസിൻ്റെ അവെയർനെസ്, അതിനായി യോഗം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് വിളിക്കുന്ന പലരുടെ അത്ര എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്ന ഇംഗ്ലീഷ് തന്നെ പണ്ട് പഠിച്ചതാണ്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്നാ വാക്കിൻ്റെ അർത്ഥം? സോഷ്യൽ ഈവിൾസിനെ പറ്റി മനസ്സിലാക്കുക, ധാരണ കൊടുക്കുക, അല്ലേ? ഈ മാർത്തോമാക്കാർക്ക് സോഷ്യൽ ഈവൻസിനെ പറ്റി ധാരണ കൊടുക്കാനായിട്ടാണോ ഇത്? ഇവിടെ ഒത്തിരി ഫിഗേഴ്സൊക്കെ കോട്ട് ചെയ്തു. ഇത്ര കുടുംബങ്ങളെ ആപിച്ചു, മറ്റേത് ചെയ്തു. പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകം ജോൺ ബെന്യൻ എഴുതിയത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് വലിയ ഒരു തീ കത്തും. ആ തീ കെടുത്താൻ ഒരുത്തൻ കൊണ്ട് വെള്ളം ഒഴിക്കും, മറ്റൊരുത്തന് എണ്ണ ഒഴിക്കും. ഒരു കുടം വെള്ളം വീഴുമ്പോൾ ഒരു കുടം എണ്ണ വീഴും, തീ കെടുവും. ഇങ്ങനെ കുടവും കൊണ്ട് നടന്ന് കെടുത്താമെന്ന് വിചാരിക്കരുത്. ദൈവം അത് മനസ്സിലാക്കി. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വരണം. മാരാമൺ കൺവെൻഷനിലെ ബുധനാഴ്ച ഉച്ചയ്ക്ക് സുഖമായി ഉറങ്ങാനുള്ള ഒരു പരിപാടിയായി ഇതെടുക്കരുത്. അവർ കള്ളു കുടിച്ചുറങ്ങും, നമ്മൾ പ്രസംഗം കേട്ടുറങ്ങും. ഇതാണോ പരിപാടി? എന്തുകൊണ്ട് കള്ളു കുടിക്കുന്നു? ഇത് പഠിക്കുന്നുണ്ടോ? എങ്ങാണ്ട് ഒരു പുസ്തകത്തിൽ പറഞ്ഞാൽ 7 കോസസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. എല്ലാവരും ഒരേ കാര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ അവിടെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട്. അവിടെയുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, തിരുമേനി ഇത് കണ്ടോ, ഇതൊരു കള്ള് ഷാപ്പാണ്, ഒരു മദ്യ ഷാപ്പാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ്. ഞങ്ങൾ ചുമ്മാതെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ കള്ളു കുടിക്കാൻ പിന്നെന്തോ ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ചുമതലയുള്ളൂ. ഒന്ന് ടാക്സി ഓടിക്കാം, മറ്റേത് കള്ളു കുടിക്കാം. മറ്റൊരു മാർഗവും ഇവിടെ ഇല്ല.
അവർക്ക് റെസ്റ്റ് ചെയ്യാനൊരു റൂമോ റിക്രിയേഷണൽ ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ കള്ളിൻ്റെ 7 ദോഷമെന്നും പറഞ്ഞൊരു പ്രസംഗം. ഒരു ഉപദേശി ഈ കള്ളിനെ പറ്റി ശക്തമായ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. അദ്ദേഹം ഈ കുടിക്കുന്നവരും വിൽക്കുന്നവരും എല്ലാം അങ്ങ് പറഞ്ഞു. കുടി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചൻ പറഞ്ഞു, ഉപദേശി, ഞങ്ങൾക്കിങ്ങനെ ലോകത്തെ മുഴുവൻ കൂടെ ചീത്ത പറയണമെങ്കിൽ 4 ഗ്ലാസ് കള്ള് കുടിക്കണം. ഉപദേശിക്ക് ഇത് പറയാതെ ചീത്ത പറയാൻ ദൈവം കൃപ തന്നിട്ട്. കള്ളുകൂടിയതിനെ പഴിക്കുന്നത് ഒരു സാമൂഹ്യ ദോഷമായി ഞാൻ കരുതുന്നു. അവനെ സ്നേഹിക്കുന്നതാണ് അതിൻ്റെ പരിഹാരം. എത്ര ആളുകൾ കള്ളുകൂടിയതിനെ സ്നേഹിക്കുന്നു. ഇന്ന് ജീവൽ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹം മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കും. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾക്ക് എത്ര കള്ളുകൂടിയന്മാർ സ്നേഹിതന്മാരുണ്ട്? സ്ത്രീകൾ ഒഴിച്ച് നിങ്ങളുടെ പല ഭർത്താക്കൾ നല്ല സ്നേഹിതരും കള്ളുകൂടിയന്മാരും. അത് ഞാൻ സമ്മതിച്ചു വന്നിരിക്കും. പഴിക്കുന്നതിൽ നിന്നും ദുഷിക്കുന്നതിൽ നിന്നും രക്ഷയിലേക്ക് മാറും.